परमऋषिभ्यो नमः परमऋषिभ्यः हरिः ओम्। यस्यान्तन्नादिमध्यं न हि करचरणं नाम गोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो न नपुंसं न च स्त्रीं नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहज समरसं सद्गुरुं तं नमामि। सदाशिवसमुद्भूत शुद्धज्ञानैकरूपिणीं रमणाचार्यसम्पूर्णां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकम् अहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनाम् सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयम्। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत् किल शक्तिधरस्वधाम्ना अन्यांशहस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्। अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचल अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचल। ஒவ்வை போல் எனக்கு உன் அருளை தந்தனை ஆளுவது உன் கடன் அருணாச்சல. നമ്മൾക്കൊക്കെ വളരെ കുട്ടികളായിട്ടിരിക്കുമ്പോൾ മനുഷ്യന് മാത്രമല്ല എല്ലാ പ്രാണികൾക്കും ആ ഒരു മാതൃഭാവം, അമ്മയ്ക്ക് ആ അമ്മയുടെ ഭാവം, കുട്ടികൾക്ക് അമ്മയോടുള്ള ചേർന്നിരിക്കണമെന്നുള്ള ഭാവം നമുക്ക് പുലിയിലും സിംഹത്തിലുമൊക്കെ കാണാം, മനുഷ്യരിൽ മാത്രമല്ല. വളരെ വാത്സല്യം എന്നുള്ളത് അങ്ങനെ പൊങ്ങിക്കവിഞ്ഞു വരുന്നത് കാണാം. ഒരു നായ്ക്കുട്ടിയാണെങ്കിലും പൂച്ചക്കുട്ടിയാണെങ്കിലും കുരങ്ങാണെങ്കിലും
വലുതായി കഴിയുമ്പോൾ നമ്മളിൽ അറ്റാച്ച്മെൻറ്റ് പല സ്ഥലങ്ങളിലും പോകും. എങ്കിലും നമ്മളുടെ ഉള്ളിൽ ആശ്രയത്തിന് വേണ്ടിയുള്ള ഒരു തേക്കം, ഒരു വ്യാകുലത മനുഷ്യനിൽ ജ്ഞാനം വരുന്നവരെ ഉണ്ടാവും. എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി കിടക്കുന്നുണ്ട്. ഒരു കൊച്ചു കുട്ടി എല്ലാവരുടെ ഉള്ളിലുണ്ട്. ചിലരിൽ ആ ബാലഭാവം ഗൂഢമായിട്ടിരിക്കും. അവർക്ക് വാത്സല്യഭക്തി അതങ്ങോട്ട് ക്ലിക്കായാൽ അവരുടെ അധ്യാത്മ ജീവിതം തുറന്നു കിട്ടും. ചിലർക്ക് ദാസ്യഭാവം ഉള്ളിലുണ്ടാവും, അതവർക്ക് തുറന്നു കിട്ടും. പൊതുവെ ജ്ഞാനമാർഗത്തിലുള്ളവർക്ക് ശാന്തഭാവമാണ്. പക്ഷെ അതിലെല്ലാം ഉള്ളടക്കമാണ് മാതൃഭാവം, പിതൃഭാവം, വാത്സല്യഭാവം, മധുരഭാവം, എല്ലാം അതിനകത്ത് അടക്കമാണ്. അതാണ് നമ്മൾ ഭഗവാന്റെ അക്ഷരമണമാലയിൽ കാണുന്നത്. ഒരു അമ്മ പോലെ എനിക്ക് കൃപ ചെയ്ത് എന്ന് വെച്ചാൽ എനിക്ക് രക്ഷ തന്ന് ആണ്ടരുൾ അരുണാചല ആളുവത് ഉൻ കടൻ അരുണാചല. കന്ദരനുഭൂതിയിലെ അരുണഗിരിനാഥരുടെ ഒരു പാട്ട്. എം തായും എനക്ക് അരുൾ തന്തയും നീ. മുരുകനോട് പറയാം. ഭക്തന്മാരൊക്കെ എല്ലാം കോപ്പി അടിച്ച പോലെയാണ്. ഒരാളെ നോക്കി ഒരാൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കണ പോലെയാണ് ജ്ഞാനികളും ഭക്തന്മാരും ഒക്കെ എഴുതി. ഒരേ വിഷയമാണ്. അരുണഗിരിനാഥനും തിരുവണ്ണാമലയാണല്ലോ. ഇത് പേരേ അരുണഗിരി എന്നാണ്. എൻ തായും എനക്ക് അരുൾ തന്തയും നീ. എനിക്ക് അമ്മയും എനിക്ക് കൃപ ചെയ്യുന്ന അച്ഛനും നീയാണ്. അടുത്ത ലൈൻ നോക്കൂ. ചിന്താകുലം ആനവൈ തീർത്ത് എനൈ ആൾ. ചിന്താകുലം ആനവൈ തീർത്ത് എനൈ ആൾ. മനസ്സിൽ ചിത്തവൃത്തികൾ ഉണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന, ഡിപ്രഷൻ ഉണ്ടാക്കുന്ന, സ്ട്രെസ് ഉണ്ടാക്കുന്ന, ആങ്സൈറ്റി ഉണ്ടാക്കുന്നു, വിഷമങ്ങൾ ഉണ്ടാക്കുന്നു, ആ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അഥവാ അതിൽ നിന്നുള്ള സംഘത്തിൽ നിന്നൊക്കെ എന്നെ വിമുക്തനാക്കി എന്നെ രക്ഷിക്കുന്നു. എം തായും എനക്ക് അരുൾ തന്തയും നീ ചിന്താകുലം ആനവൈ തീർത്ത് എനൈ ആൾ. തായ് എന്ന് പറഞ്ഞാൽ അമ്മ. അമ്മയ്ക്ക് വിശേഷണമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ കഴിയും, അതിലെല്ലാം ഉണ്ട്. പക്ഷെ അച്ഛൻ എപ്പോഴും പ്രിയമായിട്ട് ഇരിക്കണമെന്നില്ല. അച്ഛൻ എപ്പോഴും ചില കുടുംബങ്ങളിൽ പഴയ കാലത്ത് നോക്കൂ, അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പേടിയാണ്. കാരണം അവർ വളരെ ഗൗരവമാണ്, എല്ലാവരും ഭയപ്പെടണം, അങ്ങനെ ഇരിക്കണം എന്നാണ് വിചാരം. അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞു എനക്ക് അരുൾ തന്തയും നീ. എനിക്ക് കൃപ ചെയ്യുന്ന അച്ഛനും നീയാണ്. എനിക്ക് സംരക്ഷണം തരുന്ന, പ്രിയം തരുന്ന അച്ഛനും നീയാണ്. എങ്ങനെ അനുഗ്രഹിക്കണം? ചിന്താകുലം തീർത്ത്, ചിന്താകുലം ആനവൈ തീർത്ത് എനൈ ആൾ. പദമൊക്കെ വളരെ മനോഹരം. ചിന്താകുലം, ചിന്ത തോട്ട്സാണ്. ആകുലം നമുക്കറിയാം. അതുകൊണ്ടുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ തീർത്ത് എന്നെ രക്ഷിക്കൂ. കന്ത
കതിർവേലവനെ ഉമയാർ മൈന്ദ കുമര മറൈ നായകനെ. ബാക്കിയൊക്കെ നാമമാണ്. സെക്കൻഡ് പാർട്ട് മുഴുവൻ ഭഗവാന്റെ നാമമാണ്. കന്ദ, കതിർവേലവ, ഉമയാൾ മൈന്ദ കുമര മറൈ നായക. കന്താന്നും മുരുകന് പേര്, കതിർവേലവൻ മുരുകന് പേര്, ഉമയാൾ മൈന്ദ പാർവതീപുത്രൻ, കുമര മുരുകന് പേര്, മറൈനായകൻ വേദനായകൻ. വേദത്തിൻ്റെ മർമ്മമായിരിക്കുന്ന ഹേ ഭഗവാനെ എനിക്ക് അനുഗ്രഹം ചെയ്യൂ. അപ്പോൾ അവിടെ വിളിക്കണത് എങ്ങനെയാ? യം തായും എനക്കരുൾ തന്തയും നീ. അതാണ് ഭഗവാനും പറയണത്. ഔവൈ പോൽ എനക്ക് ഉൻ അരുളൈ തന്ത് എനൈ. ഒക്കെ നമുക്ക് ഭഗവാനോട് സംവാദം ചെയ്യാനുള്ള വാക്കുകളാണ്. എനിക്കൊരു അമ്മ പോലെ എന്നെ ഒന്ന് പിടിച്ചോളുവോ, എനിക്ക് വഴി കാണിക്കൂ, എൻ്റെ ദുഃഖങ്ങളൊക്കെ തീർത്ത് എനിക്ക് ശാന്തി തരൂ എന്നുള്ള പ്രാർത്ഥനയാണ്. ശ്രുതിമാതാവ് പോലെ എനിക്ക് അനുഗ്രഹം ചെയ്യൂ. അതാണ് മറൈനായകനെന്ന് ഇപ്പോൾ ഈ പാട്ടിൽ പറഞ്ഞല്ലോ, അതുപോലെ. അപ്പോൾ അടുത്ത പാട്ട് ഉപനിഷദർത്ഥം പ്രകാശിപ്പിക്കുകയാണ്. അതാണ് ഭക്തിയും ജ്ഞാനവും, ഭക്തിയും ജ്ഞാനവും ഇങ്ങനെ കലർന്നിരിക്കും. അരുണാചലത്തിൽ വന്നപ്പോഴേ ഭഗവാന് അരുണാചലേശ്വരൻ കൊടുത്ത ഉപദേശമാണത്. രമണ മഹർഷിക്ക് അരുണാചലേശ്വരൻ കൊടുത്ത ഉപദേശം എന്താണെന്ന് വെച്ചാൽ അരുണാചലത്തിനെ കണ്ടു. അപ്പോൾ അരുണാചലേശ്വരൻ പറഞ്ഞു, നീ ആര് നോക്കൂ, ഈ കാണുന്നവൻ ആരാണ്? ഭഗവാന്റെ അടുത്ത് ഒരിക്കലൊരു ഭക്തൻ ചോദിച്ചു, കുറേ കാലമായിട്ട് ഞാൻ ഭഗവത്ഗീത പഠിക്കണു, എനിക്കിനിയും ജ്ഞാനമൊന്നും വന്നില്ലല്ലോ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവത്ഗീത എന്താണോ പറയണത് അത് നീ കേൾക്കണില്ല. അപ്പം ഇയാൾ ചോദിച്ചു, എന്താണ് ഭഗവത്ഗീത പറയണത്? ഭഗവാൻ ഭഗവത്ഗീത പറയണു, നീ നിന്നെ നോക്കൂ എന്ന് ഞാൻ പറയുമ്പോൾ നീ എന്താ എന്നെ നോക്കണതെന്ന് ചോദിക്കണു. അത്ര അഹമാത്മാ ഗുഡാകേശ, ആത്മാവിനെ നോക്കൂ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അരുണാചലത്തിനെ നോക്കുമ്പോൾ അരുണാചലേശ്വരൻ പറഞ്ഞു, തിരുമ്പി അഹം തനൈ ദിനമഹ കൺകാൺ. ഉള്ളിൽ തിരിഞ്ഞ് ഈ കാണുന്നവനെ കാണൂ. വിജ്ഞാതാരം അരേ കേന വിജാനീയാത്. ചക്ഷുഷക്ഷുഹു, കണ്ണിന് കണ്ണ്. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ കണ്ണുക്ക് കണ്ണായി, കണ്ണിന് കണ്ണായിട്ട് ഉള്ള പൊരുൾ. കണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാം നമുക്ക്. ആദ്യം മരിച്ചു കഴിഞ്ഞിട്ട് പറ്റില്ല, മുമ്പേ എഴുതി കൊടുക്കണം. ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് കണ്ണെടുക്കാമെന്ന് പറഞ്ഞാൽ ഇത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവർ ആ കണ്ണെടുത്ത് വേറെ ആർക്കെങ്കിലും വെച്ച് കൊടുക്കും. ഐ ഡൊണേഷൻ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ? ഈ സാധനം കണ്ണല്ല എന്ന് മനസ്സിലാവും. പഴയ കാലത്ത് വീട്ടിൽ എല്ലാവർക്കും കൂടി ഒരു കണ്ണാടിയേ ഉണ്ടാവുള്ളൂ. പേപ്പർ വായിക്കാനും അതേ കണ്ണാടി, ആനന്ദവികടൻ വായിക്കാനും അതേ കണ്ണാടി. തമിഴ് കഥയാണ് പറയണത്. മനോരമ വായിക്കാനും അതേ കണ്ണാടി, എല്ലാത്തിനും അത് തന്നെ കണ്ണാടി. ഇതൊക്കെയാണ് പുസ്തകങ്ങളെന്ന് വരിക.
ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എല്ലാവർക്കും ഒരേ കണ്ണാടി, മാറി മാറി ഒരാൾ കണ്ണാടി എടുത്തുകൊണ്ട് പോകും, വേറൊരാൾ എടുത്തുകൊണ്ട് പോകും, ഒരു കണ്ണാടി. അതുപോലെ കണ്ണാടി പോലെയാണ് ഈ പുറത്തുള്ള ദ്വാരങ്ങൾ, ഓട്ടകൾ. അവ ശരിയായ കണ്ണിന് കൊടുക്കാൻ പറ്റില്ല. പുറത്തുള്ള ഓർഗനെ കൊടുക്കണോ, അകത്തുള്ള സാധനം കൊടുക്കാൻ പറ്റില്ല. ആ കണ്ണ് സ്വപ്നത്തിൽ ഏതൊന്നുകൊണ്ട് കാണുന്നു അത് നഷ്ടപ്പെടില്ല. പുറത്തുള്ള ഈ കണ്ണാണ് നഷ്ടപ്പെടുന്നത്, കൊടുക്കണത്. അപ്പോൾ കണ്ണുക്ക് കണ്ണായി, ഈ കണ്ണിന് കണ്ണ് മനസ്സാകുന്ന കണ്ണ്. മനസ്സില്ലെങ്കിൽ ഈ കണ്ണ് ഇരുന്നാലും കാണില്ല. മനസ്സ് എവിടെയോ ഇരുന്നാൽ മുമ്പിൽ വരുന്നവരൊന്നും കാണില്ല. ചിലപ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ പറയും, ഞാൻ മുമ്പ് കൂടെ പോയി തിരിഞ്ഞേ നോക്കിയില്ല, ഞാൻ കണ്ടേ ഇല്ല എന്ന് പറയും, അറിഞ്ഞേ ഇല്ല. ശാകുന്തളത്തിൽ ശകുന്തളയ്ക്ക് അങ്ങനെയാണ് ശാപം കിട്ടിയത്. ദുർവാസാവ് വന്നു, എവിടെയോ ദുഷ്യന്തനെയും ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ശാപം കൊടുത്തു. കണ്ണ് തുറന്നാണ് ഇരിക്കണത്, കണ്ടില്ല. അപ്പോൾ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ, അതോടുകൂടി നിർത്തി അവിടെ. അതിനും കണ്ണായിട്ട്. അപ്പോൾ മനസ്സിന് കണ്ണ് സ്വപ്ന ദർശനങ്ങളൊക്കെ ഉണ്ടാവും. ഉപനിഷത്ത്, കഠോപനിഷത്തിൽ ഒരു മന്ത്രം, യസ്സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണഃ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവാമൃതമുച്യത്തെ തസ്മിൻ ലോകാഃ ശ്രിതാഃ സർവേ തതു നാത്യേതി കശ്ചന ഏതദ്വൈ തത്. അപ്പോൾ ഒന്നും ഏതദ്വൈ തത്, ഇത് തന്നെയാണ് അതെന്നാണ്. യസ് സുപ്തേഷു ജാഗർത്തി. നമ്മളൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ചിലരൊക്കെ വീട്ടിൽ ഉമ്മറത്തെ വാതിലൊക്കെ അടച്ചു കഴിഞ്ഞ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ടി വി ഓണാക്കും ഇല്ലേ? അതുപോലെ ഇവിടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടച്ചു കഴിയുമ്പോൾ ഉള്ളിൽ ടി വി ഓണാവും, സ്വപ്നം. യസ് സുപ്തേഷു ജാഗർത്തി, അവിടെ ഉണർന്നിരിക്കണു. കാമം കാമം പുരുഷോ നിർമ്മിമാണഃ, പല വിധത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ കണ്ട് അനുഭവിക്കുകയാണ്. അതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. സ്വപ്നത്തിൽ വരുന്ന ദൃശ്യങ്ങളെയൊക്കെ ഒരാൾ, ദ്രഷ്ടാവ് ഉള്ളിലൊരാളുണ്ട്, തൈജസൻ. ഇന്ദ്രിയങ്ങളൊന്നും ഇല്ലാതെ കാണുന്നു. തദേവ ശുക്രം, ആദ്യത്തെ പടിയായി ശ്രുതി പറഞ്ഞു, അത് തന്നെയാണ് അതിശുദ്ധമായിട്ടുള്ള ബ്രഹ്മം. തസ്മിൻ ലോകാഃ ശ്രിതാഃ, ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ, ഈ നിങ്ങൾ കണ്ണടച്ച ഉള്ളിൽ സ്വപ്നം കാണുന്നുണ്ടല്ലോ, അതിലാണ് ലോകം നിൽക്കുന്നത് എന്ന് പറഞ്ഞു. എന്നുവെച്ചാലോ അവിടെ എങ്ങനെ ഒരു സാമഗ്രിയുമില്ലാതെ സൃഷ്ടി ചെയ്യുന്നുവോ, മരയില്ലാതെ ചയറും, നൂലില്ലാതെ തുണിയും, കല്ലില്ലാതെ മലയും, ആകാശവും സൂര്യനും ഗംഗയും സമുദ്രവും ഒക്കെ സ്വപ്നത്തിൽ കാണും. ഒരു സാമഗ്രിയുമില്ല, ഒരു ഉപാദാന കാരണവും ഇല്ല. എന്നാൽ ഉപാദാന കാരണം ഇല്ലേ? ഉണ്ട്. ആരാണ്? ഞാനാണ്. ഞാനാകുന്ന ഒരു സ്റ്റഫ് തന്നെയാണ് സ്വപ്നത്തിലെ നിങ്ങളെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരും ഞാനാണ്. സ്വാതന്ത്ര്യ സത്ത പോലും സ്വപ്നത്തിലുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക. ഞാനല്ലേ സ്വപ്നം കാണുന്നത് അല്ലേ? നിങ്ങളൊക്കെ സത്സംഗമൊക്കെ ഞാൻ കാണുന്നു, നിങ്ങൾ പറഞ്ഞേക്കാതെ എണീറ്റ് പോകും, സ്വപ്നത്തിൽ ഉറങ്ങും. എൻ്റെ സ്വപ്നമല്ലേ? നിങ്ങൾ എൻ്റെ ഇഷ്ടം പോലെ നിങ്ങൾ ബിഹേവ് ചെയ്തൂടെ? ചെയ്യില്ല. അപ്പോൾ പ്രകൃതിയുടെ സ്വാതന്ത്ര്യ സത്തയും അവിടെ ഉണ്ട്, അതും ഞാനാണ്. നമ്മൾ വിചാരിക്കണത് നമ്മളാവുമ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ നടക്കണം. നീ നമ്മളാരാ? അതും അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഈഗോ. ഈ അഹങ്കാരവും അതിൽ ഉദിക്കണു അസ്തമിക്കണം.
എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് സ്വപ്നാന്തം, സ്വപ്നത്തിനൊരു അന്തം വരും. അപ്പോൾ എല്ലാം കെട്ടുപോകും. ഈ കാണുന്നത് ആളുകളൊന്നും കാണില്ല. എന്നാൽ ഞാനെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടില്ലേ, ഞാനുമില്ല. ഞാനും കാണാതെ പോയി, നിങ്ങളെയും കാണാതെ പോയി, എന്നെയും കാണാതെ പോയി, സുഖമായി ഉറങ്ങി. അപ്പോൾ ആ സുഖമായി ഉറങ്ങുന്ന ആ സത്തയിൽ സൃഷ്ടി നടക്കുന്ന ഉള്ളിൽ, അത് ഉണരുമ്പോൾ ജാഗ്രതത്തിലുള്ള സൃഷ്ടിയൊക്കെ വരുന്നു. എല്ലാം എവിടെ ഇരിക്കണോ ആ അധിഷ്ഠാനഭൂതമായ ആത്മാവിൽ ഉദിച്ചു നിന്ന് അടങ്ങുന്നു. കണ്ണിன்றി കാണും. ഈ കണ്ണൊന്നുമില്ലാതെ സ്വയമേവ തന്നെ അത് കാണുന്നു. സുഷുപ്തിയിൽ അറിവുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഓർത്തു നോക്കാം. സത്സംഗത്തിൽ കേട്ടിട്ടുണ്ടെന്ന് ഉത്തരം പറയാൻ പാടില്ല. നിങ്ങളുടെ അനുഭവത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് മനനം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവത്തിനെ ഉറങ്ങുമ്പോൾ അനുഭവം ഉണ്ടോ ഇല്ലയോ? ശ്രദ്ധിച്ച് നല്ലവണ്ണം അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ആ സുഷുപ്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആശ്ചര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം ഉണ്ടല്ലോ. ആദ്യം വിചാരിക്കും സ്വപ്നം ഒരു അവസ്ഥയാണെന്നാണ്. അവസ്ഥയല്ല, ഉണർന്നിരിക്കുമ്പോൾ ഉണ്ട്. ഇപ്പം നിങ്ങളൊക്കെ എന്നെ നോക്കി സത്സംഗം കേൾക്കണമെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അതിന് വേറെ ആളെ നോക്കണം. അല്പം മാത്രമാണ് ഇങ്ങോട്ട് നോക്കണത്. ബാക്കിയൊക്കെ അതവിടെ കിടക്കണു. എത്രയോ ലോകാൻ സഞ്ചരതി. സ്വപ്നങ്ങളാണ്. ആ സ്വപ്നത്തിന് പുറകിൽ ഒരു ഉറക്കമുണ്ട്. ആ ഉറക്കത്തിന് പുറകിൽ ഒരു അധിഷ്ഠാന സത്തയുണ്ട്. സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ ഉറക്കമാണോ അല്ല ആത്മാവാണോ എന്ന് ചോദിച്ചാൽ അവിടെ നിദ്രയുമുണ്ട്, തുരീയ വസ്തുവുമുണ്ട്. നിദ്രയെ ഉറക്കത്തിൽ നിന്ന് നീക്കാനൊക്കില്ല. ജാഗ്രതത്തിലെ മനനനിധിധ്യാസനങ്ങൾ കൊണ്ട് നിദ്രയെ നിഷ്കാസനം ചെയ്ത് കഴിയുമ്പോൾ തുരീയമാത്രാവശേഷ, തുരീയം മാത്രം അവശേഷിക്കും. അപ്പോഴാണ് പൂർത്തിയാവണത്. അപ്പം നിദ്രയെ ഉറക്കത്തിലില്ലാതെ എണീറ്റ് കഴിഞ്ഞിട്ട് പറയും സുഖമായിട്ടിരുന്നു എന്ന് പറയും. ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ടിരുന്നു. അതാണ് ശരിയായ നിദ്ര. കാചിത് അജാഡ്യ നിദ്ര. ശങ്കരാചാര്യർ പറയുന്നു ജീവൻ മുക്തനിൽ ഒരു അജാഡ്യ നിദ്ര വരുന്നു. യോഗതാരാവലി. ജാഡ്യമില്ലാത്ത ഒരു നിദ്ര, അലൗകികമായ ഒരു നിദ്ര, നിർവികൽപ്പമായ ഒരു നിദ്ര. അപ്പോൾ അവിടെ അറിവുണ്ട്. ആ അറിവിലെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയുന്ന ഒരാളില്ല. ആ അറിവ് സ്വയമേവ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് കണ്ണിன்றി കാണുന്നത്. കാണുന്നവനൊന്നുമില്ല. ആ കണ്ണ് സ്വയമേവ തന്നെ കാണുകയാണ്. സ്വയം പ്രകാശം. സ്വയം പ്രകാശം, സെൽഫ് ഇഫൾജന്റ്. എ ലൈറ്റ് അൺടു ഇറ്റ്സെൽഫ്. അത് തനിക്ക് തന്നെ വെളിച്ചമാണ്, താനേ വെളിച്ചമാണ്, പ്രകാശം. അങ്ങനെയുള്ള വസ്തുവിനെ ഈ ഞാൻ എങ്ങനെ കാണാനൊക്കും എന്നാണ്. കാണുവതിയവർ. ഈ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവാനേ പറ്റില്ല.
പാർ അരുണാചല. അരുണാചല, നീ സ്വയമേവ നിന്നെ അറിയുന്നു. ആത്മനൈവ ആത്മനാത്മാനം വേദ്ധത്വം പുരുഷോത്തമ. ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. ഗീതയിൽ അർജുനൻ പറഞ്ഞു, നീ നിന്നെ തന്നെ അറിയണം. അറിയുന്നവൻ തന്നെ അറിയാൻ വേറെ ഒരാളില്ല. നീ സ്വയമേവ സ്വയം സ്വത്വത്തിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകാശമാണ്. സ്വരാട് എന്നതാണ് ഭാഗവതം പറയുന്നത് ആരംഭത്തിൽ. സ്വരാട് സ്വയം രാജത്തെ ഇതി സ്വരാട്. സ്വയം പ്രകാശിക്കുന്നു, സ്വയം അറിവ് തന്നെ ആയിട്ടിരിക്കുന്നു, ജ്ഞാനം തന്നെ. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഒരു മഹാവാക്യം. അപ്പൊ കണ്ണുക്ക് കണ്ണായി കണ്ണിன்றி കാണുனை കാണുவது എവർ പാർ അരുണാചല. അപ്പൊ അരുണാചലം എന്താണ്? ആത്മാവാണ്, ചൈതന്യമാണ്, നമ്മുടെ തന്നെ സ്വരൂപമാണ്. അപ്പൊ ഗുരുവും ഇഷ്ടദേവതയും എല്ലാം തന്നെ ആത്മസ്വരൂപത്തിൽ അടങ്ങിപ്പോകും. ഈശ്വരോ ഗുരുഹു ആത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഇത് ഈശ്വരനാണ്, ഗുരുവാണ്, ഞാനാണ്. ഈ മൂന്നും ഒരേ അധിഷ്ഠാനം, ആകാശം പോലെ വരമ്പില്ലാത്തതായ ഒരു അനന്തതയിൽ ഉദിക്കുന്നു, നിൽക്കുന്നു, അടങ്ങും. അത് മാത്രം അവശേഷിക്കും. അതാണ് സ്വയം തന്നെ തന്നെ കാണുന്ന കണ്ണ്, ബോധചക്ഷുസ്, സ്വയം പ്രകാശമായ പ്രജ്ഞാനേത്രം എന്ന് പറയും. ഇതാണ് ഈ പാട്ട്. ഇപ്പോ ഇങ്ങനെ മനനനിധിധ്യാസനം ചെയ്തിട്ട് ആ ആത്മധ്യാനത്തിലൊരു ആകർഷണം വരണം. കാന്തം ഇരുമ്പിനെ ആകർഷിക്കണ പോലെ ആത്മ നമ്മുടെ കേന്ദ്രം, സെൻറ്റർ, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം നമ്മുടെ ചിത്തവൃത്തികളെ പ്രത്യേകാഭിമുഖമായിട്ട്, നമ്മൾ രാവിലെ പറയുന്ന വാക്കാണത്, പ്രത്യഗഞ്ചതി. ചിത്തം ആത്മാഭിമുഖമായി സ്വരൂപത്തിനെ നോക്കി തിരിഞ്ഞു ഒഴുകണം. കാന്തം ഇരുമ്പു പോൽ കവർന്തனை വിടാമൽ കലന്ത് എന്നോട് ഇരുപ്പായി അരുണാചലം. അശ്വര്യമായ പ്രാർത്ഥനയാണ്. പ്രഹ്ലാദനോട് ആ അസുര ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, ഷണ്ടാമർക്കന്മാർ ചോദിക്കണം, നീ എവിടുന്നാ ഇതൊക്കെ പഠിച്ചത്? എങ്ങനെയാ നിനക്ക് ഈ വിഷ്ണുഭക്തി വന്നത്? സ്വയമേവ തോന്നിയവാസാണോ അല്ല ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. മറ്റുള്ളവർ പറഞ്ഞു തന്നതാണോ? പ്രഹ്ലാദന്റെ ഉത്തരം നല്ല രസമാണ്. സ്വം പരം എന്നൊക്കെ ഈ തോന്നുന്നുണ്ടല്ലോ. സ്വപരേതി അബുദ്ധിഭിഹി എന്താ ശ്ലോകം? ഒരേ ആത്മാവിനെ ഞാനെന്നും മറ്റുള്ളവരെന്നും ഒക്കെ കാണുന്ന ആ ഭഗവാന്റെ മായയ്ക്ക് നമസ്കാരം. ദുരത്യയാനുക്രമണോ നിരുപ്യത്തെ. സ ഏക ആത്മാ സ്വപരേതി അബുദ്ധിഭിഹി
ദുരത്യയാനുക്രമണോ നിരുപ്യതി യസ്വഹ പരയിതി. ഇതൊക്കെ ഭ്രമാണ്, ഒരാത്മാവേ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞ് പ്രഹ്ലാദൻ പറഞ്ഞു, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ചക്രപാണിയായ ഭഗവാൻ എൻ്റെ ചിത്തത്തിനെ ആകർഷിക്കണം. ഭക്തിയിൽ കൊടുക്കുന്ന ഒരു എക്സാമ്പിളാണ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കും. അപ്പം നമുക്ക് തോന്നും, ഒരു ഇരുമ്പ് കൊണ്ട് ഒരു ഭക്തനെ ഉണ്ടാക്കി, കാന്തം കൊണ്ട് ഒരു ഭഗവാനെ രൂപം ഉണ്ടാക്കി എന്ന് വെച്ചോളൂ. കാന്തത്തിൻ്റെ രൂപത്തിൽ ഒരു കൃഷ്ണനെ ഉണ്ടാക്കി കാന്തം കൊണ്ട്. എന്നിട്ട് ഇരുമ്പ് പീസ് കൊണ്ട് കുറേ ഗോപസ്ത്രീകളെ ഉണ്ടാക്കി. അപ്പം ഈ ഗോപസ്ത്രീകളൊക്കെ അങ്ങനെ വളരെ വേഗത്തിൽ ഈ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിപ്പോകും. അപ്പോൾ കാണുന്ന ഭക്തൻ പറയും, നോക്കൂ, ഈ കൃഷ്ണൻ നിർവികാരനായി അവരൊന്നും ഒന്നും ഒരു വിധത്തിലും അവർക്ക് വേണ്ടത് ചെയ്യണില്ല. ഇവരാണ് മുഴുവൻ യാത്രയും ചെയ്തിരിക്കണം. കൃഷ്ണന് കുറച്ച് ഇങ്ങോട്ട് വന്നൂടെ, കൃഷ്ണൻ ഇങ്ങോട്ട് വരണേല്ലേ, അവിടെ നിൽക്കണം. ഈ ഗോപികകളാണ് ഓടി കൃഷ്ണൻ്റെ അടുത്തേക്ക് പോണത്. ഇരുമ്പാണ് കാന്തത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട സാധനം മുഴുവൻ ചെയ്യണത്. കാന്തം ഒന്നും ചെയ്യണില്ല. അങ്ങനെയാണ് നമുക്ക് തോന്നുക. പക്ഷേ വാസ്തവത്തിൽ ആരുടെയാ ശക്തി? കാന്തത്തിനെയാണ് അല്ലേ? ഇരുമ്പ് വല്ലതും ചെയ്യണുണ്ടോ? ഇരുമ്പ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യണില്ല എന്ന് പറയാൻ പാടില്ല. ഇരുമ്പ് കാന്തത്തിൻ്റെ പിടിയിൽ പെടാതിരിക്കാൻ വേണ്ട പിടിച്ചു നിൽക്കൽ ചെയ്യുന്നുണ്ട്. ആ ആകർഷണ വലയത്തിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് തള്ളി വെച്ചാൽ അത് ഓടില്ല, അതിൻ്റെ ശക്തി ഫലിക്കും. അത് ആ ആകർഷണ വലയത്തിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ അത് ഓടിപ്പോയി കാന്തത്തിൽ ഒട്ടിപ്പിടിക്കൂ. ഇതുപോലെ ജീവന്റെ ഭക്തി സിദ്ധാന്തമനുസരിച്ച് ജീവന്റെ അഹങ്കാരത്തിന് ഈശ്വരാഭിമുഖമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈശ്വരാഭിമുഖമായി പോവാതിരിക്കാൻ വേണ്ട റെസിസ്റ്റൻസ് ചെയ്യാനുള്ള ശക്തിയും ഉണ്ട്. ആ റെസിസ്റ്റൻസിനെയും അഭിഭവം ചെയ്തുകൊണ്ട് ഭഗവത് കൃപ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ജീവൻ ജപം ചെയ്യണു, തപസ് ചെയ്യണു എന്നൊക്കെ പറയണം, ധ്യാനം ചെയ്യണു, എല്ലാം ഇട്ടിട്ട് പോകുന്നു, ത്യാഗം ചെയ്തു. എത്ര വലിയ ത്യാഗം! ഒന്നും ചെയ്യണില്ല. അയാൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ബലം കുറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ മഹാശക്തിയുടെ പിടിയുടെ ഉള്ളിലേക്ക്, ഇൻഫ്ലുവൻസിൻ്റെ തലത്തിലേക്ക് ഇയാൾ പ്രവേശിച്ചു. അപ്പോൾ ഇയാളിൽ എന്തൊക്കെയോ ആവിർഭവിച്ചത് സാധനയാണെന്ന് മറ്റുള്ളവർ നോക്കിയിട്ട് വിളിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല, അതൊരു സാധനയാണെന്ന് നോക്കുകയാണ്. ആ വലയത്തിന് പുറത്തിരിക്കുന്ന കാന്തം ഇരുമ്പ് പറയും, എനിക്കും പോണമെന്നുണ്ട്, എന്ത് ചെയ്യാം, പ്രാരബ്ധം. ഞാനും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, നോക്കൂ, അനങ്ങാതെ ഇരിക്കുകയാണെന്നൊക്കെ പറയും. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, സാധന ചെയ്യുന്നു. അവിടെ ഇരുന്ന് ഈ ഓടിപ്പോകുന്ന ഇരുമ്പുകളെ കുറിച്ച് അത് പുസ്തകമൊക്കെ വായിക്കും. ഒരു ദിവസം ഞാൻ വരാം എന്നൊക്കെ പറയും ഇവിടെ, ഇല്ലേ? അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ വലയത്തിൽ പെടുമ്പോഴേ ഈ ഇരുമ്പിന് മൂവ്മെൻ്റ് ഉള്ളൂ. വലിയ കാര്യമാണ് അത്, ഈ സിദ്ധാന്തം. അവിടെയാണ് ഈ ഈശ്വര കൃപ, അരുൾ എന്ന അക്ഷരമണമാലയിൽ മുഴുവൻ പറയണ്ടല്ലോ, അതിൻ്റെ ശക്തിയുടെ വൈഭവം അറിയണത്. അതുകൊണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ അറിയണത്. ആ ശക്തി നിരന്തരം നമ്മളിൽ, ഇപ്പോൾ സൂര്യൻ്റെ വെളിച്ചം നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാത്രിയും ഉണ്ട്, നമുക്കറിയില്ല. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന വളരെ അണുമാത്രമായ പല ഫോഴ്സസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടെ മില്യൺസ് ആൻഡ് മില്യൺസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കറിയില്ല. അവർ പറയണത് അതിന്
ചെയ്യുന്ന ചില ശക്തികൾ വന്ന് തടുക്കുമ്പോൾ മാത്രമേ ഈ ഫോഴ്സ് പോകണ്ടെന്നേ അറിയുള്ളൂ എന്നാണ്. അതിന് പ്രതിബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേ ഈ സൂര്യരശ്മിയിൽ നിന്ന് ചില ശക്തികൾ നമ്മളെ സ്പർശിക്കണത് അറിയുള്ളൂ. അതേപോലെ ഈശ്വരശക്തിയുടെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അധ്യാത്മയാത്ര ആരംഭിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആശ്ചര്യമായിട്ടൊക്കെ ചിലപ്പോൾ നടക്കും. അപ്പോഴാണ് അതിനെയാണ് നമ്മൾ കൃപ എന്ന് പറയുന്നത്. മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് പ്ലേസ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഭഗവത് കൃപാലാഭം ഉണ്ടാവണത്. അതാണ് കാന്തത്തിൻ്റെ എക്സാമ്പിൾ വെക്കുന്നത്. കാന്തം ഇരുമ്പ് പോൽ കവർന്ന് എന്ന് വെച്ചാൽ, കവർന്ന് എന്ന് വെച്ചാൽ മുഴുവനും അങ്ങോട്ട് പിടിച്ചെന്നർത്ഥം. എൻ്റെ അധ്യാത്മസാധനയെ മുഴുവനും അങ്ങോട്ട് ഏറ്റെടുത്ത് വിടാമൽ എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്നും വിട്ടുകളയരുത് എന്നാണ്. ഇടയ്ക്ക് ഭഗവാനെ ഇത് കടൻ, ഇത് നിന്റെ ചുമതലയാണെന്ന് പറഞ്ഞു. എന്നെ വിട്ടുകളയരുത്. വിടാമൽ, കുറച്ചു ദൂരം പോയി പിന്നെ നിനക്ക് അഹങ്കാരം വന്നു അതുകൊണ്ട് വിട്ടിട്ട് പോകണം, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈ അഹങ്കാരം വന്നാൽ എന്നെ തല്ലിയിട്ടെങ്കിലും ഒക്കെ കൊണ്ടുപോകണം. എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് വിഷമം തന്നാലും വേദന തന്നാലും വേണ്ടില്ല, എന്നെ കൊണ്ടുപോകണം. അതിന് തയ്യാറാവണം ചില ആളുകൾ. എല്ലാവരും അതിന് തയ്യാറാവില്ല. അപ്പോൾ ആ കൃപാശാസ്ത്രം എന്നുള്ളതൊരു ആശ്ചര്യം. നോക്കിയേ കരുതി, ഭഗവാൻ പറയേണ്ടത് എന്നെ നല്ലവണ്ണം നോക്കി ശ്രദ്ധിച്ച് എൻ്റെ പുറകെ ജാഗ്രതയായിട്ട് എന്നെ പിടിച്ചുകൊണ്ട് താക്കിയെ. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ തല്ലിക്കൊള്ളുകയാണ്. ചില അമ്മമാർ സ്കൂളിൽ ചെന്ന് ടീച്ചറെ തല്ലിക്കൊള്ളൂ കേട്ടോ എന്ന് പറയും. അവൻ പറഞ്ഞാൽ ചില കുട്ടികൾ തന്നെ പറയും ടീച്ചറുടെ അടുത്തില്ലേ, അമ്മ തരേണ്ടത് തരണം, അമ്മ തരേണ്ടത് തരണം എന്ന് പറയും. ഇത്രയും നാളിനും കൊടുത്തപ്പോഴാണ് അതാണ് അമ്മ തരാം. എന്താടാ അമ്മ തരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അവസാനം ഒരുപാട് നിലവിളിച്ചപ്പോൾ ഒന്ന് കൊടുത്തു. അപ്പോൾ ഇതന്നെയാ അപ്പം അമ്മ തരിക, ഇത് ആദ്യമേ തന്നിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കുമായിരുന്നു. താക്കിയേ, താക്കൽ എന്ന് വെച്ചാൽ അടിക്കലാണ്. അത് പക്വമാക്കിയ ആ ശ്ലോകം അടുത്ത് വരും. അപ്പോൾ കാന്തമിരുമ്പ് പോൽ കവർന്തനെ വിടാമൽ. ഈ ജീവൻ ഇരുമ്പാണ്. ഞാൻ എന്ന് പറയുന്നത് ഒരു ഇരുമ്പ് പോലെ. അധ്യാത്മജീവിതത്തിൽ വരുന്ന ആകർഷണം ഇരുമ്പിനും കാന്തത്തിനും നടുവിലുള്ള ആകർഷണം പോലെ വേണം. നമ്മളുടെ സെൽഫ് എഫേർട്ട് എന്ന് പറയുന്നത് പോലും ആ ശക്തിയുടെ കയ്യിൽ ഒരു യന്ത്രം മാത്രമാണ്. ഭഗവാൻ അത് അന്തര്യാമിയോട് പ്രാർത്ഥന ചെയ്യാം, എന്നെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകൂ, ആ ശക്തി എന്നിൽ നിരന്തരം ഉണ്ടാവട്ടെ. അതാണ് അധ്യാത്മജീവിതത്തിൻ്റെ രസം. അതാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഭഗവത് ധ്യാനത്തിനുള്ള ഒരു ആകർഷണം. ഭക്തിമാർഗമാണെങ്കിൽ ഭഗവാനെ പൂജ ചെയ്യാനുള്ള ആകർഷണം, ആരാധന ചെയ്യാനുള്ള ആകർഷണം, നിത്യപാരായണം, നാമസങ്കീർത്തനം, ജപം. അങ്ങനെ ഹോൾ ഡേ ഒരു തരം ഉന്മത്തമായിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരു ഭാവത്തിലുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹമാണത്. അത് കാന്തത്തിന് ഇരുമ്പിനോടുള്ള ആകർഷണം പോലെ, ഇരുമ്പിന് കാന്തത്തിനോടുള്ള ആകർഷണം പോലെ ജീവന് ഈശ്വരനോടുള്ള ആകർഷണത്തിൻ്റെ പ്രകാശം ഭക്തിയിലാണെങ്കിൽ അങ്ങനെയൊക്കെ വരും. ജപം, ധ്യാനം, സദ്ഗ്രന്ഥപാരായണം, നിരന്തരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. യോഗത്തിലാണെങ്കിലോ മനസ്സ് നിശ്ചലമായിട്ട് ചിത്തവൃത്തികളൊന്നും വരാതെ യോഗശുദ്ധവൃത്തി നിരോധ ഇരുന്നുണ്ട്.
ജ്ഞാനത്തിലാണെങ്കിലോ, ജ്ഞാനത്തിൽ നിത്യനിരന്തരം ശ്രവണം, മനനം, നിധിധ്യാസനം, ഉപനിഷദാദി ഗ്രന്ഥങ്ങളും പ്രകരണ ഗ്രന്ഥങ്ങളും ഒക്കെ നോക്കുക, മനനം ചെയ്യുക, നിധിധ്യാസനം ചെയ്യുക, ഏകാന്തമായ ആത്മധ്യാനം ചെയ്യുക. ഇങ്ങനെ ഒരു എക്സ്റ്റാറ്റിക് ലൈഫ്. അതേപോലെ സത്സംഗം, ഇതൊക്കെ നമുക്ക് ഒരു ആനന്ദമാണ്. ഇങ്ങനെ ഇതൊക്കെ ഒരേ കാര്യമല്ലേ പറയണത് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ബോറടിച്ച് പോവാമല്ലോ. എത്ര വർഷമായി നോക്കൂ. ഇപ്പോൾ പോലും ആരോ ഒരാൾ പറഞ്ഞു 24 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് കേട്ട അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ കേൾക്കണത്. പറയണ ആൾക്കും ബോറടിച്ചില്ല, കേൾക്കുന്നവരും പലരും അതേപോലെ ഉണ്ട്, അവരും ഇരിക്കുന്നുണ്ട്. അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പറയണം ബാക്കി. കാന്തമിരുമ്പ് പോൽ കവർന്ന് എന്നെ വിടാമൽ, എന്നെ വിടാതെ പിടിച്ച് കലന്ത് എന്നോടിരുപ്പായ അരുണാചല. അതൊരു ഗൂഢം. എന്നിൽ കലർന്നിരിക്കും എന്ന് വെച്ചാൽ എന്നിൽ എൻ്റെ ഭാവമണ്ഡലത്തിൽ ഭഗവത് ഭാവമുണ്ടാവട്ടെ. എന്നിൽ ധ്യാനം എന്ന് പറയുമ്പോൾ സുനാമി ഏത് വർഷമാണ് വന്ന്? 2004 എത്ര വർഷമായോ? അപ്പോൾ ചെന്നൈയിൽ ആളുകളൊക്കെ ഈ അടയാർ ബ്രിഡ്ജിൻ്റെ മേലെ നിൽക്കുകയായിരുന്നു. എന്തോ ആശ്ചര്യമായിട്ട് നോക്കിയിട്ട്. എന്താ നോക്കണ വെച്ചാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം, ഈ അടയാർ നദി, ആ പുഴ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കും. നേരെ വിപരീത ദശയിൽ വളരെ വേഗത്തിൽ. അപ്പോൾ ഒന്നും മനസ്സിലായില്ല അവർക്ക് എന്താ സംഭവിക്കണമെന്ന്. എന്താന്ന് വെച്ചാൽ കടല് നദിയുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കൽക്കട്ടയിലും ഒക്കെ നടക്കും അത്. നദി ചേരുന്ന സ്ഥലത്തൊക്കെ ഈ ഹൈ ടൈഡ് സമയത്ത്, വേലിയേറ്റം സമയത്ത് അങ്ങോട്ട് പോകും. ഇതുപോലെ ഈശ്വര കൃപ വരുമ്പോൾ ആ മഹാശക്തി ജീവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് കലർന്ന് എന്നോടിരുപ്പായി. നദിയാണെങ്കിൽ നദിയിലെ ജലം സമുദ്രജലമാണ്. അതുപോലെ ജീവൻ്റെ ഉപാധിയാണെങ്കിലും ആ ഉപാധിയിൽ അനന്തതയുടെ രുചിയാണ്. അനന്തതയുടെ രുചിയാണ്. ആത്മരുചി പ്രജായത്തെ എന്ന് ഭാഗവതം പറഞ്ഞു. ആ കൃപ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആത്മരുചി ഉണ്ടാവുന്നു എന്നാണ്. ആത്മാവിനെ രുചിക്കുന്നു, ആത്മാവിനെ ടേസ്റ്റ് ചെയ്യണമെന്നാണ് ഉള്ളിൽ. എന്ന് വെച്ചാൽ അനന്തതയെ രുചിക്കുന്നു, അനന്തമായ വസ്തുവിനെ രുചിക്കുന്നു. അപ്പോൾ കലന്തനോടിരുപ്പായ അരുണാചല. അങ്ങനെ കലർപ്പ്, അതാണ് ആ ശക്തി ഇതിൽ വന്ന് കലരുകയാണ്. ആ അനന്തമായ ചൈതന്യം ഈ ജീവന്റെ മനസ്സ്, എവിടെ മനസ്സുണ്ടായിരുന്നോ അവിടെ ഈശ്വരാനുഭൂതിയുടെ അനുഭവമാണ്. അപ്പം എപ്പോൾ ഇതങ്ങോട്ട് മാറുന്നൊന്നും പറയാൻ പറ്റില്ല. സംടൈംസ് ദ ഫൈനൈറ്റ് ലുക്സ് expresses the taste of infinite. ആ അല്പത്തിൻ്റെ ഉള്ളിൽ അനന്തം പ്രകാശിക്കുന്നു. ജീവന്റെ ഉള്ളിൽ അനന്തത പ്രകാശിക്കുന്നു. ഗിരി ഉരുവാകിയ, അപ്പോ കാന്തമിരുമ്പ് പോൽ കവർന്തனை വിടാമൽ കലന്ത് എന്നോടിരുപ്പായി അരുണാചല. അങ്ങനെ അരുണാചല എന്നിൽ അരുണാചലേശ്വരൻ്റെ ശക്തിവിശേഷം, ആ പ്രഭാവം ഉണ്ടാവട്ടെ. എന്നിൽ ആ ഭൂമ അനന്തമായ വസ്തു പ്രകാശിക്കട്ടെ എന്നാണ് പ്രാർത്ഥന.
അടുത്ത പാട്ട് അരുണാചലത്തിനെ വിട്ട് 54 വർഷം ഭഗവാൻ എവിടെയും പോയില്ല. ഒരാൾ ചോദിച്ചു എന്നോട്, ഈ ശങ്കര മഠങ്ങളുണ്ടല്ലോ, ശൃംഗേരി, കാഞ്ചി, പുരി, ദ്വാരക, ജ്യോതിർമഠം, ഇവിടെയൊക്കെ അവർ ചന്ദ്രമൗളീശ്വര പൂജ ചെയ്യും. അപ്പം പരമ്പരയുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ആ ലിംഗം ശങ്കരാചാര്യർ കൈലാസത്തു നിന്ന് കൊണ്ടുവന്നു. ആ പരമ്പരയിലുള്ളവർക്കൊക്കെ ഓരോരോ ചന്ദ്രമൗളീശ്വര ലിംഗം കൊടുത്തു. ആ ശങ്കരാചാര്യന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന ആ ആചാര്യ പരമ്പരയിലുള്ള മഹാപുരുഷന്മാരൊക്കെ പ്രതിദിനം ആ ചന്ദ്രമൗളീശ്വരനെ ആരാധിക്കും. 3 നേരം ആ പൂജ ചെയ്യും. ഇതൊക്കെ നമ്മുടെ പരമ്പരയിൽ നടക്കുന്നതാണ്. അപ്പം കാഞ്ചിയിലാവുമ്പോൾ സന്യാസി തന്നെ ചെയ്യണം. അതുകൊണ്ട് ആ 3 നേരവും അവർ തന്നെ പൂജിക്കും. രാവിലെയും ഉച്ചയ്ക്കും. ആലോചിച്ച് നോക്കി, അവർക്ക് സമയമേ ഇല്ല. രാവിലെ മുതൽ രാത്രി വരെ നടക്കും. ഞാനവിടെ സപ്താഹം ചെയ്യുമ്പോൾ വിജയേന്ദ്രസ്വാമികൾ പൂജ ചെയ്യുന്നതൊക്കെ കാണും. മാർഗഴി മാസം, ധനുമാസമാണ്. ഇപ്പം രാവിലെ 3:30 മണിക്ക് സ്പെഷ്യൽ പൂജ, ഉഷപൂജ. അത് 7:30 മണിക്ക് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെയൊക്കെ വന്ന് കാണും. കണ്ടൊക്കെ കഴിഞ്ഞിട്ട് സത്സംഗം നടക്കണ്ടാവും സപ്താഹം. പിന്നെ 10 മണി മുതൽ ഒരു പൂജ. അത് കഴിയുമ്പോഴേക്കും കുറച്ച് 11:30 ആവും. അത് കഴിഞ്ഞ് അടുത്ത മധ്യാഹ്ന പൂജ. ഈ 10 മണി പൂജ റെഗുലർ പൂജയാണ്. മധ്യാഹ്ന പൂജ അത് കഴിയുമ്പോഴേക്കും 3 മണിയാവും. പിന്നെയാണ് ഭിക്ഷയ്ക്ക് പോണത്. 3-3:30 ആവും. അത് കഴിഞ്ഞ് രാത്രി സത്സംഗമൊക്കെ കഴിഞ്ഞ് 9-9:30, ചിലപ്പോൾ ലേറ്റ് ആവും. ആ പൂജ കഴിയുമ്പോൾ 11 മണിയാവും. പിന്നെ രാവിലെ 3:30 മണിക്ക് ഉഷപൂജ. നല്ല തപസ്സാണ്. അത് അവർ തന്നെ ചെയ്യും. ശൃംഗേരിയിൽ രാത്രി മാത്രമാണ് ഭാരതീ തീർത്ഥസ്വാമി ചെയ്യാം. ബാക്കി പകലൊക്കെ പൂജ ചെയ്യുന്നവർ അവരാരെങ്കിലുമൊക്കെ ചെയ്യും പൂജ. മറ്റ് മഠങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, ശങ്കരാചാര്യർ എവിടെയും ഈ ശിവലിംഗം പൂജ ഒന്നും പറഞ്ഞിട്ടില്ല. റിസർച്ച് വിഷയം എന്താണെന്ന് വെച്ചാൽ, ഭാഷ്യത്തിൽ എവിടെയും ഇങ്ങനത്തെ കാര്യമൊന്നും ഇല്ല. ആത്മവിചാരം, വേദാന്ത വിചാരം കാര്യമുള്ളൂ. അല്ല ശിവപൂജയോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിടത്തും ഉണ്ടിട്ടില്ല. അപ്പോൾ ആ ശങ്കരാചാര്യർ ഇത്തരത്തിലുള്ള ശിവലിംഗമൊക്കെ കൊടുത്ത് പൂജ ചെയ്യുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടായിക്കൂടാ? എല്ലാ മഹാത്മാക്കളും ഉപാസന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, ആ വഴിയിൽ വന്നിട്ടുണ്ട്, ആ പരമ്പരയിലുണ്ട്. മാത്രമല്ല, മഠത്തിൽ ഒരു സന്യാസിയെ എടുക്കുമ്പോൾ അവർക്കൊരു നിഷ്ഠ വേണം, ഒരു ഡിസിപ്ലിൻ വേണം. അതിന് ഏറ്റവും ഉത്തമമായ വഴിയാണ് ഈ ഉപാസനാ നിഷ്ഠ. അവർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരും ചെയ്യും. ഇതാണ് അതിന്. അപ്പോൾ ഇയാൾ ചോദിച്ചു, നോക്കൂ, രമണ മഹർഷി നമുക്കിപ്പോൾ പ്രമാണം. ശങ്കരാചാര്യർ എങ്ങനെ അദ്വൈതം പറഞ്ഞു, അദ്വൈത സ്വരൂപമായിട്ടുണ്ട്. ഭഗവാൻ ഒരു ശിവപൂജയോ ശിവലിംഗ പൂജയോ ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആരും പറഞ്ഞു ചെയ്തില്ല എന്ന്. ആ തൻ്റെ ശിവലിംഗത്തിനെ എടുത്തുകൊണ്ട് പോവാൻ കഴിയാത്തത് കൊണ്ട് അതിനെ വെച്ചുകൊണ്ട് 54 വർഷം അവിടെ തന്നെ എടുത്തു. ആ ശിവലിംഗത്തിനെ നിത്യനിരന്തരം പൂജ ചെയ്തു, നിത്യനിരന്തരം കണ്ണുകൊണ്ട് ആരാധിച്ചു, കണ്ണീരുകൊണ്ട് അഭിഷേകം ചെയ്തു. ഇങ്ങനെ നോക്കുമ്പോഴേക്കും കണ്ണീര് വരും. പ്രതിദിനം മുകളിൽ പോയിട്ട് വന്നു, പാടി,
സമയാചാരതത്പരായേ നമഃ. ജ്ഞാനികളിൽ കാണുന്നത് ആന്തരികമായ പൂജയാണ്. ഭഗവാൻ അരുണാചലത്തിന് ഇംപെർസെപ്റ്റബിൾ വർഷിപ്പ് എന്നാണ് ചില വെസ്റ്റേണേഴ്സൊക്കെ കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പോലും അത് എന്തോ ഒരു ഗൂഢമായിട്ട് തോന്നി. എന്തോ ഒരു തരത്തിലുള്ള ആരാധന പോലെയാണ് അരുണാചലത്തിനോട്. അതാണ് അടുത്ത പാട്ട് നോക്കൂ. ഗിരിവുരുവാകിയ കിരുപൈ കടലേ കൃപൈ കൂർന്ന് അരുൾവായ അരുണാചല. മലയുടെ രൂപത്തിലിരിക്കുന്ന വിപരീത ഉപമ. മലയും കടലും എങ്ങനെ ചേരും? ചേരുകയില്ല അല്ലേ? മലയുടെ രൂപത്തിലിരിക്കുന്ന കരുണാസമുദ്രം. ഗിരി ഉരുവാക്കിയ കിരുപ. ഇത് തന്നെ അരുണാചല പഞ്ചരത്നത്തിലും വരുന്നുണ്ട്. കരുണാപൂർണ സുധാബ്ധേ. കരുണ നിറഞ്ഞ് കൃപ നിറഞ്ഞിരിക്കുന്ന സുധാ അമൃത സമുദ്രമേ. അതേപോലെയാണ് ഇവിടെയും ഗിരി ഉരുവാകിയ കിരുപൈ കടലേ. കൃപാ സ്വരൂപമായിട്ടുള്ള സമുദ്രം മലയുടെ രൂപത്തിലിരിക്കണോ, അത്രയേ ഉള്ളൂ എന്നാണ്. വിഭൂതി, ഒരു മാജിക്. ഇന്ന് രാവിലെ ഒരു 2 പേര് വന്നു കാണാൻ. തിരുവണ്ണാമലയിൽ വന്നവരാണ്. വളരെ വിശിഷ്ടപ്പെട്ട ആളുകളാണ്. എന്താ വിശേഷം എന്ന് വെച്ചാൽ, അതിൽ വയസ്സായ ആള് ഒരു 20 വയസ്സ് മുതൽ കുറച്ച് വർഷങ്ങൾ പോൾ ബ്രെന്റൻ്റെ സെക്രട്ടറി ആയിരുന്നു. നമ്മുടെ ഭഗവാന്റെ ലോകം മുഴുവൻ മഹർഷി അറിയാൻ കാരണമായ പോൾ ബ്രെന്റൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. സെക്രട്ടറി ആയിരുന്നു, കറസ്പോണ്ടൻ്റ് ആയിരുന്നു, സേവകനായിരുന്നു. അദ്ദേഹം തിരുവണ്ണാമലയിൽ കാണുമെന്നു. ഇവിടെയും ഇന്ന് രാവിലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വന്നു. എറണാകുളത്തിൽ അദ്ദേഹം ഇവിടെ ഒരു പോൾ ബ്രെന്റനെ കുറിച്ചൊരു എന്തോ ആരോ വിളിച്ചിട്ടുണ്ട്, അതിനു വേണ്ടി വന്നതാണ്. ഇവിടെ കാണാൻ വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ പറഞ്ഞു, ഇവർ യൂറോപ്യൻസാണ്, അമേരിക്കൻസാണ്. അവരുടെ ഭാര്യ ബ്രസീലോ എന്തോ ആണ്. അവർ ഇരിക്കുന്നത് അമേരിക്കയിലെ ഒരു അരുണാചലം പോലെ ഒരു മല. അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു. എന്താണെന്ന് വെച്ചാൽ ശാസ്ത എന്നാണ് ആ മലയ്ക്ക് പേര്. വളരെ വിശേഷമാണ്. മുമ്പ് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് എനിക്ക് അതിനോടൊരു പരിചയം എന്ന് വെച്ചാൽ, സ്വാമി രാമതീർത്ഥൻ അവിടെയാണ് താമസിച്ചത്. ശാസ്ത സ്പ്രിങ്സ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇൻ ദ വൂഡ്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ എന്നുള്ള ബുക്കിൽ വരും. അപ്പം അവരുടെ ഭാര്യ പറയാണ്, അരുണാചലത്തിൽ നിന്ന് വന്നു, എനിക്കിപ്പോൾ തിരിച്ച് അരുണാചലത്തിൽ പോകണം. വേറെ എവിടേക്കോ ഒരു പ്ലാൻ ചെയ്തു. ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു അരുണാചലം. അവിടെ ഉള്ള അലൗകികമായ ഒരു ആകർഷണം എന്ന് പറഞ്ഞ് നമുക്ക് ആശ്ചര്യമാണത്. കാരണം നമ്മളുടെ ആളുകൾക്ക് ആ സംസ്കാരമുള്ളവർക്കാണത് അങ്ങനെയൊന്നുമില്ല. അത് സ്വതന്ത്രമായിട്ട് അതിന് ദിവ്യത്വമുള്ളത് കൊണ്ട് എവിടുന്നൊക്കെയോ വരണവരോ ഒരു കണക്ഷൻ ഇല്ലാത്തവർക്കൊക്കെയാണ് ആകർഷണം. നമ്മുടെ ആളുകൾക്ക് എന്താ, മലയെ ചുറ്റിയാൽ കല്യാണം കഴിയും, അങ്ങനെയുള്ള ആളുകളാണ് അധികം പേര്. അങ്ങനെയുണ്ട്. ആരോ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇപ്പോൾ ഇത്ര പ്രാവശ്യം ചുറ്റിയാൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരും. അങ്ങനെ വരണവരും ഉണ്ട്. ജ്യോത്സ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ അല്ലാതെ അധ്യാത്മമായിട്ട് വരുമ്പോൾ അത് മലയായിട്ടല്ല കാണുന്നത്, ഒരു കല്ലായിട്ടല്ല കാണുന്നത്. ഗിരി ഉരുവാകിയ കിരുപൈ കടലേ, മലയുടെ രൂപത്തിലിരിക്കുന്ന ഗുരുതത്വമാണ്, കൃപാശക്തിയാണ്, വിഭൂതിയാണ് അല്ലേ. ഇപ്പോൾ ഭട്ടതിരി നാരായണീയത്തിൽ ഗുരുവായൂരപ്പനെ പറഞ്ഞുവല്ലോ. എന്തു പറഞ്ഞു?
ഉപനിഷത് പ്രസിദ്ധമായ വസ്തു തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. എന്തൊരു ഭാഗ്യമാണ് ആളുകൾക്ക്. എന്തൊക്കെ വേദം പറയുന്നോ അതൊക്കെ സർവലക്ഷണവുമുള്ള ആ ചൈതന്യ വസ്തു അതേപടി ഇതാ പ്രകാശിക്കണം, മുമ്പിൽ പ്രകാശിക്കണം. എന്തൊരു ഭാഗ്യമാണ് ആളുകൾക്ക് എന്ന് വെച്ചാൽ കണ്ണടച്ച് കാണാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ആ സന്നിധിയിൽ പോയി കാണാം, അനുഭവിക്കാം എന്നൊക്കെയാണ് ഭക്തന്മാരുടെ ഭാവം. അത് ഭാവം കൊണ്ട് മാത്രം വരുന്നതല്ല, ആ സെൻറ്ററിന് ശക്തി ഉണ്ട് എന്നുള്ളതും സത്യമാണ്. അതാണ് അതിന് വിഭൂതി എന്ന് പേര്. ഗീതയിൽ ഭഗവാൻ വിഭൂതി എന്ന് പറഞ്ഞു. നമുക്ക് ഒരുപാട് ഹെൽപ്പ് വേണം. ഇപ്പം നോക്കൂ, പുറമേക്ക് സിനിമ, മൊബൈൽ, ഇതൊക്കെ ആകർഷിക്കണില്ലേ? ഓരോ തരത്തിലുള്ള ആകർഷണങ്ങളുണ്ട്. അതേപോലെ അലൗകിക ആകർഷണത്തിന് എന്തെങ്കിലും ഒരു പദാർത്ഥം, ഒരു വ്യക്തി, ഒരു ആശയം, ഒരു മന്ത്രം, ഇതൊക്കെയാണ് വിഭൂതി. അതില്ലെങ്കിൽ ഇതിൻ്റെ പിടിയിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഗിരി ഉരുവാക്കിയ കിറുപൈക്കടലേ എന്ന് പറഞ്ഞു. മലയുടെ രൂപത്തിലുള്ള കരുണാശക്തി. കരുണ എന്താ ഇവിടെ? മനസ്സിൻ്റെ ആകർഷണ ദോഷങ്ങളെയൊക്കെ നിവർത്തിപ്പിക്കുന്ന ഒരു ശക്തി. മനസ്സിന് പല വഴിക്കുള്ള ചിന്നിച്ചിതറിപ്പോകുന്ന ചിത്തത്തിനെ അവിടെ നിന്നൊക്കെ പെറുക്കിക്കൊണ്ടുവരിക. നമുക്ക് യോഗം കൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രയത്നമുണ്ട്. ഓരോന്നോരോന്നായിട്ട് കടുകുമണി വീണു പോയ പോലെ മനസ്സ് വിഷയങ്ങളിൽ ചിതറിപ്പോയി കിടക്കുക. അവിടുന്ന് പെറുക്കി കൊണ്ടുവരണം. എന്നിട്ട് ആത്മസംസ്ഥം മനഃകൃത്വാന കിഞ്ചിതപി ചിന്തയേത്. Make the mind abide in the self. Do not initiate any thought. മനസ്സിനെ സ്വരൂപത്തിൽ നിശ്ചലം ചെയ്തിരുത്തി ചിത്തവൃത്തികൾ ഉണ്ടാവാതിരിക്കുക. അതൊരു ശ്രമമാണ്. പക്ഷെ അതിനൊരു വലിയ ഹെൽപ്പാണ് ഗംഗയുടെ തീരത്തിലിരുന്നാൽ, അരുണാചലത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഒക്കെ. അങ്ങനെയുള്ളവർക്കാണ് ഈ ക്ഷേത്രം. പക്ഷെ ഒരുപാട് നമ്മളിതൊക്കെ പ്രസിദ്ധമാക്കി തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുള്ളവർ ബുദ്ധിമുട്ടുന്നു. അതാണ് അതിൻ്റെ വേറെ ഒരു വശം. എല്ലാം അങ്ങനെയാണ്. എല്ലാം എല്ലാവർക്കും വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണ്ടിയാണോ അത് അവർക്ക് കിട്ടാതാവും, അവർക്ക് ബുദ്ധിമുട്ടാവും. അതാണ് അതിൻ്റെ മറ്റൊരു വശം. ഒരു അധ്യാത്മമായിട്ടുള്ളത് ഒരുപാട് തിരക്ക് കൂടി കഴിയുമ്പോൾ അത് വേറെ വിധത്തിലാവും. അപ്പോൾ ഈ സ്പിരിച്വൽ ലൈഫ്, അധ്യാത്മജീവിതം എന്ന് പറയുന്നത് മുമുക്ഷുവിന് വേണ്ടിയിട്ടാണ്. ഈ സത്യത്തിനെ മാത്രം ആഗ്രഹിക്കുന്നവന് വേണ്ടിയിട്ടാണ്, ജിജ്ഞാസുവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആൾക്ക് ഗിരി ഉരുവാകിയ കിരുപൈ കടൽ, കൃപ സമുദ്രം എന്ന് വെച്ചാൽ എടുത്താ തീരാത്ത കൃപ ചൊരിയുന്ന ശക്തി. കൃപൈ കൂർന്ന് എന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്ത് എൻ്റെ മേലെ കൃപ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ഭഗവാൻ സമൂഹം സർവഭൂതേഷു അങ്ങനെയൊന്നും പറയരുത്. അരുണഗിരിനാഥരും പറയും, പക്ഷത്തോട് രക്ഷിത്ത് അരുൾവായേ. ഒരു പക്ഷപാതം കാണിക്കണം എന്നാണ് എൻ്റെ അടുത്ത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ ആരും ഗതിയില്ല, ബാക്കിയുള്ളവരൊക്കെ അവർ സ്വയമേവ പോയിക്കോളാന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ വേറെ വിഷയം. പക്ഷത്തോട് രക്ഷിത്ത് അരുൾവായേ. ഒരു പക്ഷപാതം, സ്പെഷ്യാലിറ്റി, പാർഷ്യാലിറ്റി കാണിക്കണം. ഒരു പാർഷ്യാലിറ്റി കാണിച്ചിട്ട് രക്ഷിക്കണം എന്നാണ്. അതാണ് കൃപൈ കൂർന്നത്. സമത്വമൊന്നുമില്ല. സമത്വം എന്നൊക്കെ പറയുന്നല്ലാതെ ആത്മാ എല്ലാവരിലും സമമാണ്. പക്ഷേ കൃപ സ്പെഷ്യലാണ്. അത് ആ യോഗ്യതയുള്ള ജീവൻ വരുമ്പോൾ ആ ചൊരിയുന്ന സെൻറ്ററിൽ നാച്ചുറലായിട്ട് നടക്കുന്നതാണ്. അല്ലാതെ അതും ഇങ്ങനെ പക്ഷപാതം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന് യോഗ്യതയുള്ള ആൾ വരുമ്പോൾ അത് തനിയെ അങ്ങോട്ട് പോകും. തനിയെ
ആ ശക്തി അവരുടെ മേലെ പ്രവർത്തിക്കും. അതാണ് കൂർന്ത് എന്ന് പറയുന്നത്. കൃപൈ കൂർന്ത് അരുൾവായ് അരുണാചല. പലർക്കും ഭഗവാന്റെ ദൃഷ്ടി അവരുടെ മേലെ വീണ് അവർ സമാധി നല്ല അനുഭവിക്കുകയും ആ അനുഭവം അവരുടെ ഉള്ളിൽ ആഴ്ന്ന ജ്ഞാന അനുഭവമായി നിലനിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ തമിഴ് കമൻട്രി എഴുതിയ കനകമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാന് ആ സ്ഥലമൊക്കെ കാണിച്ചു തന്നു. ഇവിടെ ഞാനിരുന്നു, ഭഗവാന്റെ ദൃഷ്ടി വീണു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആ സന്നിധിയിൽ ഇപ്പോഴും ആ സന്നിധി ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അരുണാചലം ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ആ വിഭൂതി എങ്ങനെ അരുണാചലം ഒരു വിഭൂതിയോ അതുപോലെ ഭഗവാന്റെ സമാധി സ്ഥലം ഒരു വിശേഷ വിഭൂതിയാണ്. ഒന്ന് മാതൃഭാവം പിതൃഭാവം പോലെയാണത്, ഒരു വിശേഷ വിഭൂതിയാണത്. പക്ഷെ ആ വിഭൂതിയൊക്കെ എന്തിനാണ്? ഉള്ളിലൊരു മഹാവിഭൂതിയുണ്ട്. ഭാഗവതം പറഞ്ഞു പ്രസീദതാം നസ്സ മഹാവിഭൂതി. എൻ്റെ ഉള്ളിലുള്ള ആ മഹാവിഭൂതി ആ പ്രകാശിക്കട്ടെ. അപ്പം ഈ മഹാവിഭൂതി ആത്മാവാണ്. പുറത്തുള്ള വിഭൂതികളൊക്കെ തന്നെ ലിമിറ്റേഷൻ ഉണ്ട്. അതിന് ആ വിഭൂതിയെ ആശ്രയിക്കാം, പക്ഷേ ഈ മഹാവിഭൂതിയെ ഉള്ളിൽ അറിയണം. ഇവിടെ ഒരാൾ ചോദിച്ചു, ഞാൻ ഇഷ്ടദേവതയോട് വളരെ പ്രിയമായിട്ടിരുന്നു, ഇഷ്ടദേവത എന്നോട് ഇങ്ങനെ സംസാരിക്കും, ഭാവം ഉണ്ടാവും. ഇപ്പം ആ ഇഷ്ടദേവത മിണ്ടണേ ഇല്ല, ഒരു വിധത്തിലും എന്നോട് ഒരു കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഞാൻ എന്തോ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്തോ പാപമായിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അപ്പോൾ അയാൾക്കൊരു ഉത്തരം കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടദേവത ഉയർന്ന ഉപദേശം തരുന്നത് ഈ സന്ദർഭത്തിലാണ്. മൗനമായി ഇരുന്നാൽ മൗനമിതാമോ അരുണാചല. എന്നത് മൗനിയായി കർപ്പോൾ മൗനമായിരുന്നാൽ, കല്ലുപോലെ എന്ന് വെച്ചാൽ സ്റ്റോയിക് സൈലൻസ്, നോട്ട് റെസ്പോണ്ടിങ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഹൈ ടൈം ടു ലീപ്പ് ഇൻ ടു യുവർ സെൽഫ്. ആ ദേവത നിങ്ങളെ ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ തന്നിലേക്ക് കൊണ്ടുവന്നു, ആ ദേവതയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ആ ദേവത പറയാണ്, ഞാൻ നിന്നിലിരിക്കണം, നിന്റെ സ്വരൂപത്തിലിരിക്കണം. അതുകൊണ്ട് നീ നിന്നിലേക്ക് പോവുക, ഇനിയും എൻ്റെ നേരെ തിരിയരുത്. ഭഗവാൻ പലപ്പോഴും പലരോടും ചെയ്യും, ഇനി ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയും. ഇനി എന്നെ കാണാൻ വരണ്ട എന്നൊക്കെ പറയും. പല ആളുകളും കംപ്ലൈൻറ്റ് പറയും, കോവിഡ് സമയത്തൊക്കെ വരാൻ പറ്റിയില്ലല്ലോ. വളരെ നല്ലത്, അത് ഭഗവാന്റെ ഉപദേശമാണ്. ഇനി ഉള്ളിൽ ആ സത്യത്തിനെ കണ്ടിരിക്കുക. രമണാശ്രമത്തിൽ റൂം കിട്ടിയില്ല, നല്ലത്. ഇല്ലെങ്കിൽ ഇല്ല. ഭഗവാന്റെ ഉപദേശം ഇത്ര കാലമൊക്കെ കണ്ടു, എല്ലാം കഴിഞ്ഞു. ഇനി ആത്മാവിൽ നിഷ്ഠയോടെ ഇരിക്കുക. ജ്ഞാനമാണ് മുഖ്യം. ജ്ഞാനമാണ് രമണൻ, ആത്മാവാണ് രമണൻ, ആത്മസ്വരൂപമാണ് രമണൻ. അരുണാചലം എന്ന് പറയുന്നത് ആത്മാവാണ്. അണ്ണാമലൈ എൻ ആത്മാ. അധ്യാത്മജീവിതത്തിലൊക്കെ ഈ നിയമം നടന്നുകൊണ്ടേയിരിക്കും. തന്നിൽ ഇരിക്കേണ്ട സമയമാകുമ്പോൾ തന്നിലിരിക്കണം. അപ്പോഴാണ് ഗുരുവനുഗ്രഹം പൂർണ്ണമായി എന്നറിയണത്. താൻ തന്നിൽ പൂർണ്ണാഭിഷേകം എന്ന് പറയും ശാക്തത്തിൽ. ആ പൂർണ്ണാഭിഷേകം അവിടെയാണ്. താൻ തന്നിലിരിക്കുമ്പോഴാണ് ആ സ്വസ്ഥത, വിശ്രാന്തി. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു, കർമ്മമൊക്കെ കഴിഞ്ഞു, എല്ലാ ഡിസ്റ്റർബൻസും ഒടുങ്ങിപ്പോയി. അപ്പോൾ അതാണ് കൃപയുടെ പൂർത്തി. ഗിരിപുരുവാകിയ കിരുപൈക്കടലെ കൃപൈ കൂർന്ത് അരുൾവായ്. കൃപയെ കൂർന്ത് എന്ന് വെച്ചാൽ വളരെ
ഷാർപ്പാക്കിയിട്ട് ഇൻറ്റൻസ് ആക്കി ലെൻസ് ലൈറ്റ് എല്ലായിടത്തും വീണത് ഇങ്ങനെ ലെൻസിൽ പിടിച്ചാൽ പേപ്പർ കത്തിപ്പോവും അല്ലേ, തീ പിടിക്കും. അതുപോലെ ഏകാഗ്രപ്പെടുത്തി എൻ്റെ മേലേക്ക് തിരിച്ചു വിട്ടാൽ എൻ്റെ ചിത്തം അന്തർമുഖമായി ഹൃദയത്തിൽ സ്ഥിതമാവും. അരുൾ നോക്ക് അതാണ്. അപ്പോൾ അരുൾവായ് അരുണാചല, അങ്ങനെ എനിക്ക് ആശീർവദിക്കൂ. നോക്കൂ, ഇതാണ് വളരെ മംഗളമായ സ്ഥലം. നമുക്ക് നിർത്താം. കൃപൈ കൂർന്ന് അരുൾവായ് അരുണാചല, എന്നിൽ ഫോക്കസ് ചെയ്ത് എനിക്ക് കൃപ ചെയ്യൂ. ഗിരി ഉരുവാകിയ കിരുപൈക്കടലേ, കൃപൈ കൂർന്ന് അരുൾവായ് അരുണാചല. ഹൃദയത്തിൽ ഈ പാട്ട് വയ്ക്കാം. ഈ പാട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അടുത്ത വർഷം ചോദിക്കുമ്പോൾ ഹൃദയം ഒഴിക്കരുത്. അതുകൊണ്ട് ഗിരി ഉരുവാകിയ മന്ത്രം പോലെ വെക്കണം ഉള്ളിൽ. ഗിരി ഉരുവാകിയ കിരുപൈക്കടലേ, കൃപൈ കൂർന്ന് അരുൾവായ് അരുണാചല. ഗിരി ഉരുവമായ ഗിരിരൂപത്തിലുള്ള കൃപാസമുദ്രമേ, എന്നിൽ കൃപയെ ഏകാഗ്രമായി കാണിച്ച് എനിക്ക് അനുഗ്രഹം ചെയ്യൂ, ആശീർവാദം ചെയ്യൂ. ഇതാണ് ഭഗവാന്റെ പ്രാർത്ഥന. തുടർന്നുള്ള പാട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം കാണാം. അടുത്ത പ്രാവശ്യം എപ്പോഴാണോ അപ്പോൾ തുടർന്ന് കാണാം. വിചാരിച്ചതിനേക്കാളും കൂടുതലൊക്കെ പാട്ടുകൾ പോയി. ഇതൊരു അത്യത്ഭുതമായ ഒരു കൃതി. മേലെ മേലെ പോകുന്തോറും വളരെ വളരെ ആഴമായ ആത്മവിദ്യ. നമ്മൾ പറയും സാധാരണ ഉള്ളത് 40 വ്യാഖ്യാനം അക്ഷരമാണ്. അങ്ങനെ അത് നമ്മൾ തുടർന്ന് കാണാം. ഇവിടെയും ഈ സത്സംഗ പരമ്പര ഏകദേശം 24 വർഷമോ മറ്റോ ആയി. 24 വർഷം അല്ലേ? 26ആയോ? 99 ആണോ? അപ്പം 26 വർഷമായി. എന്ത് ജൂബിലിയാ പറയാതെ? 25 വർഷത്തിന് സിൽവർ. ഒരാളും ഒരു വെള്ളിയൊന്നും ഉണ്ടാക്കില്ല. സിൽവർ ജൂബിലി 26ാമത്തെ വർഷമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. ഇടയ്ക്ക് 2-3 സപ്താഹമൊക്കെ നടന്നിട്ടുണ്ട്. ഒരു സപ്താഹം 2 സപ്താഹം നടന്നു. പിന്നെ ഇങ്ങനെ ഈ സത്സംഗം ഇപ്രാവശ്യം അതിന് വളരെ ശ്രദ്ധയോടെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്ത് സൂര്യനാരായണൻ, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല, പക്ഷെ എല്ലാം ഫുള്ളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിലിരുന്ന്. പകരമായിട്ട് അനേകം ഭക്തന്മാരുണ്ട് ഇവിടെ എല്ലാം ചെയ്യാനായിട്ട്. വളരെ പ്രിയമായിട്ട് ചെയ്യുന്ന പലരും ഉണ്ട് ഇവിടെ. നിങ്ങളും ധാരാളം പേര് വന്ന് ശ്രവണം ചെയ്തു. അവിടെ ഇരുന്ന് നടന്നതാണ്. അവിടെ ആകുമ്പോൾ ഇത്ര പേർക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു നിയമം കണ്ടിട്ടുള്ളത്, സ്ഥലം എത്ര വലുതാക്കണോ അതിനനുസരിച്ച് ആളുകൾ കൂടും. രമണാശ്രമത്തിലെ പഴയ ഡൈനിങ് ഹാളിലുള്ളപ്പോൾ അതിലുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഹാള് വലുതാക്കിയപ്പോൾ അതിനും നിറഞ്ഞ് പിന്നെയും പുറത്താവുകയാണ്. അതെന്തോ ഒരു പ്രകൃതിയാണ്. അതുപോലെ ഇവിടെ ഹാള് വലുതാക്കിയപ്പോൾ ചുവട്ടിലും ആളുണ്ട്, മുകളിലും ആളുണ്ട്. അപ്പോൾ സത്സംഗം നമുക്ക് സമൃദ്ധമായി നടക്കട്ടെ. വരുന്ന വർഷങ്ങളിലും ഭഗവാൻ ശ്രദ്ധാ ഭക്തി ധ്യാന യോഗം തരട്ടെ എന്ന് ധർമ്മശാസ്താവായ ഗീതയുടെയും ഭാഗവതത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഒക്കെ പ്രതിമാരൂപമായിരിക്കുന്ന യോഗേശ്വരനായ ധർമ്മശാസ്താവ് സദാ ചിന്മുദ്രയിൽ സമാധിയിൽ
ഇരുന്നു കൊണ്ട് തത്വമസി എന്ന് മഹാവാക്യം ഉപദേശിക്കുന്ന ആ ശാസ്താവിന് സന്നിധിയിൽ നമ്മളിത് സമർപ്പിക്കുകയാണ്. തുടർന്ന് നാളെ രാവിലെ 11:30 മണിക്ക് 11 മണിക്ക് മള്ളിയൂർ ഭാഗവത സപ്തവേദിയിൽ പ്രഭാഷണമുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്ക് കോട്ടയത്തിലെ യജേന്ദ്രമോക്ഷം കോട്ടയത്തിൽ പ്രഭാഷണമുണ്ട്. മറ്റന്നാളെയും അതേപോലെ രാവിലെ എത്ര മണിക്കാണ്? അതേ സമയമാണോ? 11 മണി. 11 മണിക്ക് അതേപോലെ വള്ളിയൂർ പ്രഭാഷണമുണ്ട്. അതിലും നിങ്ങൾക്കൊക്കെ ചേരാം. തുടർന്ന് മാർച്ച് മാസം 29 മുതൽക്ക് 4-ാം തീയതി വരെ തൃശ്ശൂരിൽ പ്രഭാഷണമുണ്ട്. 29-ാം തീയതി രാവിലെ 9 മുതൽ 11 വരയ്ക്കുമുള്ള സമയത്തിൽ കാലടിയിൽ ശങ്കരമഠത്തിൽ ശങ്കരാചാര്യ ശാരദാദേവി സന്നിധിയിൽ ഒരു സത്സംഗം ഉണ്ടാവും. അതിലും എല്ലാവർക്കും വരാം. വൈകുന്നേരം തൃശ്ശൂർ ആരംഭിക്കുന്ന ഒരു യജ്ഞമാണ്. വിഷയം രാമായണം ആശ്രയിച്ചാണ്. നിർവാണ രാമായണം എന്നാണ് പേര്. അതെന്താണെന്ന് അവിടെ നിന്ന് കണ്ടുള്ള അത് തൃശ്ശൂർ ഒരാഴ്ച രാവിലെ ഹരിനാമ കീർത്തനം പ്രഭാഷണമുണ്ട് അവിടെ 4 ദിവസം. ഇത് തൃശ്ശൂർ മാർച്ച് 29 മുതൽ ഏപ്രിൽ 4-ാം തീയതി വരെ കേരളത്തിലുള്ള അടുത്ത യാത്രയാണ്. ഇത്രയാണ് പറയാനുള്ളത്. ബാക്കി സത്സംഗങ്ങളൊക്കെ വഴി പോലെ നിങ്ങൾക്ക് അറിയും. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാദവിഷ്ടം കുരു മാം തഥൈവ ത്വാമാത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.